ആലപ്പുഴയിൽ ബൈക്കിന് പിന്നിൽ പോലീസ് ജീപ്പ് പിടിച്ചുവെന്ന് പരാതി. മറ്റൊരു കേസ് അന്വേഷിച്ച് പോയ പോലീസ് തെറ്റിദ്ധരിച്ച് പരിശോധനയുടെ പേരിലാണ് ബൈക്കിൽ ഇടിച്ചത്. ആലപ്പുഴ തോട്ടപ്പള്ളിയിലാണ് സംഭവം. ഇടിച്ച ശേഷം പോലീസ് വാഹനം നിർത്താതെ പോയി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചില്ല എന്നും കുടുംബം പരാതിയിൽ പറയുന്നു. വണ്ടി ഞങ്ങൾ നിർത്താൻ പറഞ്ഞില്ലേ? എവിടെ നിന്റെ കാലിന് എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല അതിനൊന്നും. വണ്ടി എന്തിനാ ഇടിപ്പിച്ചു നോക്കുന്നത്? നിങ്ങൾ വണ്ടി നിർത്താൻ പറഞ്ഞ എന്താണ് അനിയന്മാരെ നിർത്താത്തത്? ഈ വണ്ടി നിർത്താൻ നിർത്താത്തത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്? നിങ്ങൾ രാത്രി കേക്ക് നമ്മൾ രാത്രിയിൽ നമ്മൾ നിങ്ങളുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് റോഡിൽ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കുഴപ്പമുണ്ടെങ്കിൽ നിർത്തി വണ്ടി എന്താ ഞാൻ സത്യമായിട്ട് പേടിച്ചു. ഫൈസൽ അസീസ് വിവരം നൽകും. ഫൈസൽ, ഈ സംസാരിക്കുന്ന പോലീസുകാർ തന്നെയല്ലേ? അജിംസ്, അതേലും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസുകാർ തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഹരിപ്പാട് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഐസ്ക്രീം കച്ചവടം നടത്തിയതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങിയിരുന്ന ആഷിഖും ഷിനാസും, അതായത് വണ്ടാനം സ്വദേശികളാണ്. ആഷിഖും സിനാസും ബൈക്കിൽ മടങ്ങി വരവെയാണ് ഇത്തരത്തിൽ പോലീസ് ജീപ്പ് പിന്തുടർന്നു വന്ന് ഇവരെ ഇടിപ്പിച്ചതും അതുപോലെ പിന്നെ ഇവരുടെ മൊത്തം പരിശോധിച്ച ശേഷം പോലീസ് കടന്നുകളയുകയും ചെയ്തു. ഇവർ ആശുപത്രിയിൽ എത്തിച്ചില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആഷിഖ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം വീട്ടിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്താണ് സംഭവിച്ചത്? അന്ന് ഞങ്ങള് ഹരിപ്പാട് അമ്പലത്തിൽ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയില് അത് തോട്ടപ്പള്ളി പാലം കഴിഞ്ഞ് കുറച്ചുകൂടെ ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ പോലീസ് ജീപ്പ് വന്ന് ഞങ്ങളെ ഇടിപ്പിച്ച്. ഇവര് പറയുന്നത് ഞങ്ങള് പറഞ്ഞിട്ട് നിർത്താതെ പോയെന്നാ. സത്യം പറഞ്ഞാൽ ജീപ്പിൽ ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. ജീപ്പാണ്, ഒന്നും നമ്മൾ കാണുന്നില്ല. ഇവര് കൊണ്ടുവന്ന് ഇടിപ്പിച്ച് നേരെ ഇറങ്ങി അവനെ അടിച്ച് അവന്റെ പുറത്തിട്ട് 2-3 ഇടി ഇടിച്ച്. എന്നിട്ട് പിന്നെ എന്നെ ഫുള്ള് തപ്പി കയ്യിൽ നിന്ന് ഫോണും പൈസയൊക്കെ ഉണ്ടായിരുന്നു അവിടെ പണി കഴിഞ്ഞ് വന്ന. ആ പൈസയൊക്കെ എടുത്ത് ഇത് എവിടുന്നാന്നൊക്കെ ചോദിച്ച് അങ്ങനെ അവർക്ക് എന്തോ ഒരു ഇത് കിട്ടിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട്. എന്തോ ഇത് കണക്കൊരു ബൈക്കിൽ എന്തോ ബാങ്കോ അങ്ങനെ എന്തോ ഇതാക്കി. അതൊക്കെ അവർ ചോദിച്ച് നിങ്ങളാണോ? ഞാൻ പറഞ്ഞല്ല, ഇത് കണക്ക് പണിക്ക് പോയിട്ട് വരുവാ. അങ്ങനെ പിന്നെ പറഞ്ഞത് പിന്നെ ഒരു സാറിന് അറിയാം. ഒരു സാറ് ഞങ്ങളോട് മര്യാദ സംസാരിച്ചു. ആ സാറ് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകണോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന്. ബാക്കി എല്ലാ സാറന്മാരും നിനക്കൊന്നും കുഴപ്പമില്ല, നീയൊക്കെ പൊക്കെ അങ്ങനെ ഇതാക്കി. ഫസ്റ്റ് എനിക്ക് കാലിന് വേദന ഒന്നും അറിഞ്ഞില്ല. ഞാനപ്പോൾ പറഞ്ഞ കുഴപ്പമൊന്നും ഇല്ലെന്നാ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പുറകെ ഇരുന്നവൻ അവൻ പറഞ്ഞു അവൻ്റെ കാല് വയ്യെന്ന്. വേറൊരു സാറ് പറഞ്ഞു നിനക്കൊന്നും കുഴപ്പമൊന്നുമില്ല, നീ പൊക്കോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരങ്ങനെ വീഡിയോ എടുത്തായിരുന്നു. അതും അവർ ഹോസ്പിറ്റലിൽ പോകണമെന്ന് എൻ്റെ അടുത്തൊരു സാറ് ചോദിക്കുന്ന എന്താ വീഡിയോ എടുത്താൽ അതിപ്പോൾ പറയുന്നുണ്ട്. പിന്നെ എന്തുവാ ഇവര് അതിന് ഇവിടെ ഞാൻ ഹോസ്പിറ്റലിൽ വന്നതിന് വാപ്പി വിളിച്ചായിരുന്നു, പോലീസായിരുന്നു. വാപ്പിക്ക് അറിയാമെന്നൊക്കെയാണ് അവര് പറയുന്നത്. ഇങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ല, ഇടിപ്പിച്ചിട്ടില്ലെന്നൊക്കെയാണ് അവര് പറയുന്നത്. പോലീസ് കൈ കാണിച്ച് നിർത്തിയില്ല എന്നാണ്. നിങ്ങളുടെ വാഹനത്തിന് കൈ കാണിച്ച് നിങ്ങളെ നിർത്തിയില്ല, അതുകൊണ്ടാണ് പിന്തുടർന്ന് നിങ്ങളെ പിടികൂടേണ്ടി വന്നതെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് കൈ കാണിച്ച് അങ്ങനെയല്ല, അവർ റണ്ണിങ്ങിന്റെ ഇടയിൽ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയില്ലെന്ന്. അല്ലാണ്ട് അവരവിടെ നിർത്തിയിട്ടിരിക്കും അങ്ങനെയൊന്നുമല്ല. അവരും ഞങ്ങളുടെ പുറകിൽ നിന്ന് എവിടുന്നാണ്ട് വരും. എവിടുന്നാന്ന് എനിക്ക് അറിഞ്ഞോളൂ, ഞാൻ കണ്ടുമില്ല ജീപ്പ് എവിടുന്നാ വരുന്നതെന്ന്. അങ്ങനെയായിരുന്നു സംഭവം. ഏതായാലും ഇവർ പരിക്കേറ്റ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇവരെ ആശുപത്രിയിൽ എത്തിച്ചില്ല. അതായത് പരിക്കേറ്റ് നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസ് കടന്നു കളയുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതിനുശേഷം ഇവർ ബന്ധുവിനെ വിളിച്ച് നേരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ വീട്ടിൽ ഡിസ്ചാർജിന് ശേഷം വീട്ടിലുണ്ട്. ഇപ്പോൾ അവരുടെ മാതാപിതാക്കളും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? പോലീസിന് പരാതി കൊടുക്കുക? പരാതി നമ്മളിപ്പം അമ്പലപ്പുഴ സ്റ്റേഷനിലും അവിടെ 2 സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ആലപ്പുഴ SP ഓഫീസിൽ പോകുന്നുണ്ട്, കളക്ടറേറ്റിൽ കൊടുക്കുന്നുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ ഇന്നലെ തന്നെ കൊടുത്തു. പക്ഷെ ആശുപത്രിയിൽ നിന്ന് നമുക്ക് വളരെ മോശമായ ഒരു ഇതാണ് നമുക്കുണ്ടായത്. എന്താന്ന് വെച്ചാൽ അവര് മെനഞ്ഞാന്ന് രാത്രി തന്നെ ആ ടൈമിൽ തന്നെ പെട്ടെന്ന് തന്നെ ചെന്നിട്ട് നോക്കാനൊക്കെ വലിയ താമസമായിരുന്നു. അത് എപ്പോഴും മൊത്തത്തിലുള്ള ഒരു സംഭവമാണ്. നമ്മൾ ബഹളം വെച്ചപ്പോഴാണ് നോക്കിയതൊക്കെ. ഒന്ന് എക്സ്റേ, ഇവന്റെ 2 പേരുടെ എക്സ്റേ എടുത്തിട്ട് ഇവന്റെ കാലിൽ പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞു. അവനെ ഒന്നും ചെയ്തില്ല, അങ്ങനെ തന്നെ കിടത്തിയിരിക്കും. അവന് തലവേദനയുണ്ട്, പുറം വേദനയുണ്ടെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എനിക്ക് തീരെ വയ്യ, അവൻ കിടക്കാൻ പോലും വയ്യാതെ കിടന്ന് തലയൊക്കെ ഇട്ട് ഇങ്ങനെ ഇതാക്കുക. അപ്പോഴൊക്കെ വന്ന് ഇങ്ങനെ നോക്കിയിട്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ പൊക്കോ, നിങ്ങൾ കേസ് കൊടുക്കാനാണ് ഈ ഇങ്ങനെ കിടക്കണമെന്ന് പറയുന്നതെന്നൊക്കെ ഡോക്ടർമാര് ഒരാളല്ല, ഈ വരുന്നവരൊക്കെ ഇങ്ങനെ മാറിയും തിരിഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇവനെ ആണെങ്കിൽ അപ്പം തന്നെ പൊയ്ക്കോന്നും പറഞ്ഞ് ഗുളിക എഴുതി തന്ന് പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞില്ല, എന്തായാലും അവനെയും കൂടെ വിടാതെ നമ്മൾ ഒന്നിച്ച് വന്നത്, നമ്മൾ അവരുടെ കാര്യം കൂടെ അറിഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് തലയ്ക്ക് സ്കാൻ എടുത്ത്, വയറിന് സ്കാൻ എടുത്ത്. തലയുടെ സ്കാനിങ്ങിന്റെ ഫിലിം മാത്രമേ കിട്ടിയുള്ളൂ, റിപ്പോർട്ട് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അതിനു മുമ്പേ ഇവർ പറയുന്നത് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല,
പൊയ്ക്കോ, എന്തിനാ കിടക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സമ്മർദ്ദം ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ അവിടെ ഹെഡ് പോസ്റ്റിൽ നിന്ന് വന്ന് നമ്മളോട് സംസാരിക്കുന്നുണ്ട്, അവരാരോടൊക്കെയോ ഫോൺ ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അങ്ങനെ പിന്നെ അപ്പുറത്ത് നമ്മുടെ ഒബ്സർവേഷനിലോട്ട് കിടക്കുന്നു പറഞ്ഞു. അങ്ങനെ കിടന്നിട്ട് രാവിലെ തന്നെ 3 ഡോക്ടർമാർ വന്നിട്ട് അപ്പോഴും നമ്മളോട് പറഞ്ഞു, ഇന്നലെ നിങ്ങൾ പോകാൻ പറഞ്ഞല്ലേ, എന്തിനാ കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്കിങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇതാക്കിയിട്ട് പോകാം, എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് പറയുന്നു പറഞ്ഞു. അവരങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വന്നു, ഇവന്റെ ഇതൊക്കെ എടുക്കാൻ, ഡ്രസ്സ് മാറാൻ എടുക്കാനൊക്കെ പറഞ്ഞു വന്നപ്പം എൻ്റെ സഹോദരനെ ഇരുത്തിയിട്ടാണ് വന്നത്. അപ്പോൾ അവൻ വിളിച്ചിട്ട് പറഞ്ഞു മെയിൻ ഡോക്ടർ വന്നു. അപ്പോൾ ആ ഡോക്ടറും ചോദിച്ചു ഇങ്ങനെയാണ്, എന്തിനാണ് ഇവിടെ കിടക്കുന്നത്, വീട്ടിൽ പോയിക്കോ, പിന്നെ വേറെ പേഷ്യൻ്റ് വരുമ്പോൾ നമുക്കിവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ സൗകര്യത്തിനാണ് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചെന്നും പറഞ്ഞു. അങ്ങനെ അവൻ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വാ, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മറ്റേ കൊച്ചിനാണെങ്കിൽ അവന് മരുന്നിനൊക്കെ അലർജിയൊക്കെ ഉള്ളതാണ്. അതിന് ആ ട്രിപ്പ് മാത്രമേ കിട്ടുള്ളൂ. ആ മെനഞ്ഞാന്ന് ഉച്ചയ്ക്ക് അതെന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ട്. കൊടുക്കണ്ടെന്ന് ഇവർ പറയുകയും ചെയ്തു. ഈ സ്കാനിങ്ങിന്റെ ഇതൊക്കെ വന്നിട്ട് കൊടുത്താണ്. ഇപ്പൊ രാവിലെ 9 മണിയൊക്കെ ആയപ്പോൾ റിസൾട്ട് കിട്ടി കാണിച്ചപ്പോൾ പറഞ്ഞു അതിനകത്ത് നിങ്ങൾ പറയുന്ന പോലുള്ള കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി വെള്ളം കൊടുത്ത് നോക്ക്, എന്നിട്ട് ഛർദ്ദിക്കുവാണെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാം. ആ വെള്ളം കൊടുത്തിട്ട് ഛർദ്ദിച്ച് അങ്ങനെ നമ്മുടെയൊക്കെ വന്ന് ചോദിക്കൂല. സാധാരണ അങ്ങനെയാ ഡോക്ടർമാർ വന്ന് ചോദിക്കും, ഫുഡ് കൊടുത്താൽ വെള്ളം കൊടുത്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്. അതൊന്നും തിരക്കിയതുമില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണെന്ന് പറഞ്ഞു, അവരുടെ അടുക്കലും വന്നിട്ട് പറഞ്ഞു പോയിക്കോ, വീട്ടിൽ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിന് മുമ്പേ തന്നെ ഇവന് കാലുവേദന, ഇവന്റെ പ്ലാസ്റ്റർ ഇട്ടിട്ട് അവന്റെ ഒന്നും ചെയ്തില്ല. അപ്പൊ ഞങ്ങൾ 2-3 പ്രാവശ്യം നിന്നിട്ട് പറഞ്ഞു ഡോക്ടറെ അവന് വേദനയുണ്ട്, കാലിന്റെ വയറാണെങ്കിൽ നല്ല നീരുണ്ട്, നമുക്ക് കാണുമ്പോഴേ അറിയാം നീര് വെച്ചിട്ട്. അത് എക്സ്റേയിലൊന്നും കുഴപ്പമൊന്നും ഇല്ല. പിന്നെ ലിഗ്മെന്റിന്റെ ഇതാണെന്ന് അറിയണമെങ്കിൽ ആദ്യം 3 ദിവസം പ്ലാസ്റ്റർ ഇടണം, എന്നിട്ട് വേദനയില്ലെങ്കിൽ MRI എടുത്ത് നോക്കണം എന്നൊക്കെ അവിടെ ഇരുന്നൊരു ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പ്ലാസ്റ്റർ ഇടണമെങ്കിൽ ഇട്ടാലല്ലേ ഇതെന്തെങ്കിലും ഇതാകത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ് അവന്റെ കാല് ഈ പ്ലാസ്റ്റർ ഇടാനായിട്ട് അവര് ഇതായത്. അത്രയും നേരം അങ്ങനെ തന്നെ കിടത്തിയിരിക്കുമായിരുന്നു. അപ്പോൾ ഏതായാലും അത് തന്നെയാണ്, അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. മാത്രമല്ല ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം പോലീസിന്റെ ഒരു സമ്മർദ്ദം ഇവർക്കുണ്ടായിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള വീഴ്ച എന്ന് പറയുന്നത് ഇടിച്ചിട്ട ശേഷം ഇവരെ ആശുപത്രിയിൽ എത്തിക്കാതെ കടന്നു കളഞ്ഞതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഗുരുതരമായ ഒരു വീഴ്ച എന്ന് പറയുന്നത്. ഏതായാലും തുടർ അന്വേഷണങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച അന്വേഷണങ്ങളൊക്കെ നടക്കേണ്ടത്. ഏതായാലും DGPക്കും മുഖ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്.